ലൈറ്റ് ഓൺ. പോകാൻ സമയം പോയി. അത് ചെറുതാക്കിയാ മതി. അത് പിള്ളേരുടെ ബൈക്ക് അല്ലല്ലോ, അത് ലേഡീസ് ബൈക്കാണത്. ടൂറിന് പോയപ്പോ കൊടുത്തു വിട്ടു. ഓക്കെ, സമ്മതിച്ചു. ഒന്നും പറഞ്ഞ ഡെയിലി ഈ സാധനമാണോ കൊടുത്തു വിടുന്നത്? നാരായണൻ്റെ ബാഗ് എടുത്തിട്ട് കൊടുത്തു വിട്ട്. അപ്പം ഒരു ദിവസം എടുത്ത് വിട്ടു കൊടുത്തു. മറ്റേ ബാഗിനകത്ത് മൊത്തം അഴുക്കായിരുന്നു. അപ്പോൾ ഈ വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് ഒന്നും ഉണങ്ങണ്ടേ, അത് കഴുകിയിട്ടാലും ഉണങ്ങത്തില്ല. ഞാൻ കഴുകിയിട്ടില്ല. അപ്പോഴേക്കും ആ ബാഗ് എടുത്ത് കൊടുത്തു വിട്ട്. അതിഷ്ടപ്പെട്ടില്ല. എന്നാന്ന് വെച്ചാൽ അത് വലിയവരുടെ ബാഗല്ലേ, അപ്പോൾ അതിൻ്റെ വള്ളി ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ തന്നെ പറയാം അത് നശിപ്പിക്കാനുള്ള പരിപാടിയാണെന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങിയായിരുന്നു അന്നേരം തന്നെ. ആ നാരായണൻ്റെ ബാഗ് അത് നശിപ്പിച്ച് കളയാൻ വേണ്ടി കൊണ്ട് കൊടുത്തേക്കുന്ന. അവളത് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ശരിയാണ്, ബാഗൊക്കെ ഇട്ട് ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ട്. അതെന്നാ ചെയ്യുന്നതെന്ന് അവൾക്ക് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് അതിനെ കണ്ട് ഇന്നലെ തന്നെ അവിടെ ദേഷ്യപ്പെട്ടു. ആ ബാഗ് ഇപ്പം തന്നെ അത് പോകാറായി. ആ വള്ളി ഇട്ട് അവളിങ്ങനെ കാണിച്ച് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഇന്നും അതിട്ട് കൊടുത്ത അതിനുള്ള ദേഷ്യം. എന്നായിരുന്നു നീ എന്നാ കഴിച്ചെന്ന് ചോദിച്ചാൽ അത് പറ. പുട്ടും കടലയും പുട്ടാണോ കറി? ഇവിടെയും പുട്ടാ, ഇവിടെയും പുട്ടാ. നീ പെട്ടെന്ന് വാ, നിന്റെ ബസ് വന്നെന്ന് പറഞ്ഞ കേട്ടില്ലേ? സാധനം കൊടുക്കാൻ പോവാന്ന്. വാ നീ വാ, നിന്റെ വണ്ടി അവിടെ കിടക്കുന്നു. വണ്ടി അവിടെ കിടപ്പുണ്ട്. കാറ് വന്നെന്ന് പറഞ്ഞ് ജയ വിളിച്ചല്ലോ. എന്നാണ് നേരത്തെ വന്നല്ലോ. അല്ല ഇപ്പൊ വരുന്നതല്ലേ. വന്നേ, ഇങ്ങോട്ട് വന്നേ. ഇവിടെ കണ്ട് കിടപ്പുണ്ട്. അതേ കിടക്കുന്നു.
രാത്രി 9 മണിയായപ്പോൾ ഇവിടെ മുണ്ടയ്ക്കാൻ. കോഴിയാണെങ്കിൽ എപ്പോൾ നോക്കിയാലും ഇത് ഈ അടുക്കളക്കകത്താണ്. ഒരു കോഴിക്ക് മാത്രമേ ഉള്ളൂ ഈ അടുക്കള കാണണമെന്നുള്ള നിർബന്ധം. വേറെ ഒരു കോഴിക്കുമില്ല. ഈ ഒറ്റ കോഴി എപ്പോൾ നോക്കിയാലും അടുക്കളയിൽ. അതും ഈ ടേബിളിൻ്റെ മണ്ടയിലൊക്കെ കയറും ഇവിടൊക്കെ. അതാണ് Yes. ഈ പ്രാവശ്യം കിട്ടിയ കോഴികളിൽ നിന്ന് എന്തോ അസുഖങ്ങളുമായിട്ടാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഇവിടെ ഉണ്ടായിരുന്ന കോഴിക്കും കൂടെ എന്തൊക്കെയോ അസുഖം പിടിപ്പിച്ചു. അപ്പം ഭൂമിയിലൊപ്പം ഒരു പ്രശ്നമാണ്. ഇടയ്ക്കിടയ്ക്ക് ചുമക്കുന്ന മാറ്റമല്ലോ വെച്ചാൽ ആണോ അത് ഗോതമ്പൊന്നും തിന്നുന്നില്ല. എന്ത് കൊടുത്താലും തിന്നുന്നില്ല.
ഇത് ആദ്യം കൊണ്ടുവന്ന കോഴിയാണ്. വാ വിളിക്കുന്ന ഇതാണ് വിഷയം. ഇന്ന് അത്യാവശ്യം വെയിലും തെളിച്ചുമൊക്കെ ഉണ്ടായിരുന്നു. വേറെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊന്നും ഇപ്പം വലിയ സീൻ കാണിക്കുന്നില്ല. പക്ഷെ ചെറിയ ചെറിയ സൂക്ഷിച്ച് നോക്കിയാൽ ചെറിയ ചെറിയ ഭക്ഷണമൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് എത്രണ്ണം മിച്ചം വരുമെന്ന് ഒരു ഐഡിയയും ഇല്ല. ഇങ്ങനെയാണെങ്കിൽ ഇനി ഈ കോഴിപ്പരിപാടി ചെയ്യുന്നില്ല. ചുമ്മാ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോന്നോരോന്ന് നമ്മൾ എന്നാ ചെയ്താലും ഇതൊക്കെ തന്നെ. രക്ഷപ്പെടുന്ന പെടട്ടെന്ന് വിചാരിക്കുകയും രക്ഷയുള്ളൂ. മൂടിക്കെട്ടി ഒരു 6 മണി 6:30 വിചാരിക്കും. 6 മണിയൊക്കെയാണെന്ന് വിചാരിക്കും. അതുകൊണ്ടല്ലേ. പക്ഷേ 4:30 ആയതേ ഉള്ളൂ. ഈ കോഴീനെ ഇന്ന് ഞാൻ മിക്കവാറും കറി വെക്കും. ഓക്കെ വാ. നല്ല അനുസരണമുള്ള കോഴി അത്. ഈ ഒരു കോഴി മാത്രമേ ഉള്ളൂ അങ്ങോട്ട് കയറുന്നത്. എന്നാ എല്ലാം കൂടെ ഓടിച്ചുവിടാൻ വേണ്ടി വന്നോ? മഴയാണ്. മഴയ്ക്കുള്ള മൂട് കാണാം ഏറുമാടത്തിൽ. എന്നാ അവിടെ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. കാളകെട്ടിയിലും അരുതക്കടവിലും വാഹന സൗകര്യമുണ്ട്. താങ്കൾ നൽകുന്ന വിവരങ്ങൾ ശബരിമല കാനനപാതയുടെ ലോജിസ്റ്റിക് പ്രാധാന്യം കൂടുതൽ വ്യക്തമാക്കുന്നു. ഈ വിവരം പാതയിലെ സ്വന്തമായിട്ട് പോയിട്ടുള്ള തീരുമാനമൊന്നുമില്ലേ? ഇപ്പൊ നീ പറയുന്നതാണ് ഈ ഗൂഗിൾ ഇപ്പൊ ആൾക്കാരൊക്കെ സെർച്ച് ചെയ്യുമ്പോ കേൾക്കുന്നേ. അജേ അപ്പൊ ശരിയായി കൊടുത്താണോ അത്? പക്ഷെ എനിക്കൊരു ചോദ്യം ചോദിച്ച പോലെ ഉണ്ടല്ലോ. ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കും. ആ അതാ പറഞ്ഞല്ല, എൻ്റെ തെറ്റാ. ഞാൻ പോയേക്കുവാ. അമ്മേ അയ്യപ്പാ. നമ്മളങ്ങോട്ട് കൈ കടത്തേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ ഏരിയ അല്ല ഇത്. എവിടെ നിന്നൊക്കെ ഇതൊക്കെ വരും. പൊക്കെ പൊക്കെ പറഞ്ഞോടി. ഇതെല്ലാം ഇങ്ങോട്ട് പോരുവാണല്ലോ. പൊക്കെ ഇങ്ങോട്ടാ. അവിടെ നിന്നോണം. ഇങ്ങോട്ട് എന്തിനല്ല. നീ വാ നീ വാ നീ വാ നീ വാ വാ. ഇതിൻ്റെ കൂടെ നീ കയറുന്നു. എനിക്കൊന്നും അറിയണമല്ലോ. പോടേ. സിമ്പിൾ. ഇത്രേ ഉള്ളൂ. ഞാനേ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും എൻ്റെ മുടി ചുരുണ്ട് വരികയാണേ. നേരത്തെ എൻ്റെ മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുണ്ടതുമല്ല കോലനും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇത്രയും ചുളിച്ചില്ല. ഇങ്ങനെ ഒരു ഇച്ചിരി ഒടിവ്. എന്നാൽ കോലമുടി തന്നെ. കോലമുടിയിൽ ഇച്ചിരി ഒരു ഒടിവ് അത്രേ ഉള്ളൂ. ഇപ്പോൾ അതേ മുടി മുട്ടയടിച്ച് പിന്നെ മുടി ഇതേ സുരുണ്ട് വരുന്നു. ഇങ്ങനല്ല എൻ്റെ മുടി. ഇതല്ല എൻ്റെ മുടി. നല്ല എണ്ണയൊക്കെ കാച്ചി തേച്ച് തന്നോ കാക്കമ്മ. അങ്ങനെ വളർത്തിയ മുടിയാ. മുടിയും വെട്ടി ഇത്രയാക്കി. അഹങ്കാരം. മുടിയുള്ളപ്പോൾ എന്നെ വല്ല അറിയുന്നില്ല. ഇപ്പം അറിയുന്നുണ്ട്. അറ്റുണ്ടായിരുന്നു. കോഴി വരുന്നുണ്ടോ നോക്കിയ. നന്നായിപ്പോൾ ഞാൻ കൊടുക്കും. ഞാൻ അടുക്കളയിൽ കയറിയുള്ള സ്നേഹം ഒന്നും വേണ്ട.
അവനെ ഒച്ച വെച്ചപ്പോഴേ മറ്റവന്മാർ വിട്ടുപോയ കേട്ടോ. ശാമ്പൂടെ വണ്ടി പെട്ടെന്ന് വന്ന് 6 മണിയാകുമ്പോൾ ഇരുന്നാ അല്ല എന്നാലും 5:45 കഴിയും. ഇപ്പം എന്താ 5:35 ആയതേ വണ്ടി എത്തി. താഴെ മിനിറ്റേച്ചൊക്കെ നിൽപ്പുണ്ട്. അപ്പം അവരുടെ കൂട്ടിക്കൊണ്ട് പോരുമായിരിക്കും. ഇതെന്നാടി വിശന്നിട്ട് വയ്യേ എന്നാ എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് തിന്നാടി ഇനി ഇങ്ങോട്ട് താടി. അതിന്റെ അടപ്പെന്ത് ചെയ്യടി? കഴിച്ചില്ല കഴിക്കണ്ട. ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇനി കൊണ്ടുപോടി. വീട്ടിൽ ചെന്നിട്ട് വരാടി. എന്നാ പോ. ആര് എന്നാത്തിന് കരഞ്ഞേ? ചുമ്മാ കരഞ്ഞോ? ബസ്സായിരുന്നു ചുമ്മാ കരഞ്ഞോ? നീ എന്തിനാ കരഞ്ഞേ? വലിയവരും ഉണ്ട്. മുടിയൊക്കെ നിറച്ച ടീമൊക്കെ ഉണ്ട്. നല്ല പ്രായമുള്ള പാർട്ടീസൊക്കെ ഉണ്ട്. ഇവരുടെ ക്ലാസ്സിലല്ലെന്നേ ഉള്ളൂ, വേറെ വേറെയാ. വർക്കൊന്നും ചെയ്യാനുള്ള സെറ്റപ്പ് ഇല്ല അവർക്ക്. അവര് വീട്ടിലിരിക്കാണ്ടെങ്കിലും വിടുന്നതായിരിക്കും, അറിയത്തില്ല എങ്ങനെയാണ്. അങ്ങനെ ഉണ്ട്. അതായത് ഈ കുഞ്ഞു പിള്ളേർ തൊട്ട് വലിയ പ്രായമുള്ളവർ വരെ ഉണ്ട്. അതിനകത്ത് നോക്കാനൊന്നും ആരും ഇല്ലാത്തവരൊക്കെ അവിടെ ഒരു ഹോസ്റ്റൽ പോലെ ഉണ്ട്, അവിടെ നിർത്തും. അങ്ങനെയുള്ളവരും ഉണ്ട്. അതെ, അങ്ങനെ ഓരോ ഇതാ. ഞാൻ പറഞ്ഞിട്ടാ അവിടെ ഈ എരുമേലി വിട്ടത്. ഞങ്ങളുടെ പള്ളി വരുന്ന ഒരു ആയി ഉണ്ടായിരുന്നു. അവര് ഒത്തിരി നിർബന്ധിച്ചു. അപ്പം വണ്ടി ഇവിടെ വന്നാലേ വിടുകയുള്ളെന്നും പറഞ്ഞു. അങ്ങനെ പോയി ആമിന എരുമേലി വണ്ടി വരുന്നുണ്ടല്ലോ ഇവിടെ. എരുമേലി വണ്ടി മുണ്ടക്കാൻ വരുന്നുണ്ടല്ലോ. അല്ല, ആമിന പോകുന്നില്ല. അവിടെ പോയി ആമിന പാട്ടൊക്കെ പഠിച്ചു, സ്റ്റാർ സിംഗിലൊക്കെ പോയതേ. ഫ്ലവേഴ്സിൽ പോയില്ലേ? ഫ്ലവേഴ്സിൽ പോയിട്ട് ആ തങ്കൂന്ന് പറഞ്ഞ പുള്ളി ഒന്ന് 10,000 രൂപ. ഇവിടെ എന്തുവാണ് ഈ പണിയുന്നത്? ഇത് അവർക്ക് താമസിക്കാനാന്നൊക്കെ പറയുന്നത്, എനിക്കറിയത്തില്ല. അതിനടിയിലൊന്നും ചെയ്യത്തില്ല, മേളിൽ പണിയാനാ. അടി അങ്ങനെ തന്നെ ഇട്ടിട്ടേ, അതുകൊണ്ട് അടിയിലൊന്നും ചെയ്യാതെ നേരെ മുകളിലോട്ട് പൊക്കിയ മേളിൽ പണിയാനാ. ഇനി വല്ല റിസോർട്ടോ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിച്ചത്. അതുപോലെ നല്ല വ്യൂ അങ്ങോട്ട്, അതുകൊണ്ട് വല്ലതും പണിതാണോന്ന് അറിയത്തില്ല. അവിടെ നല്ല വ്യൂ ഉണ്ട് അങ്ങോട്ട്, അവരുടെ സ്ഥലം തന്നെയല്ലേ, അതുകൊണ്ട് പിന്നെ വേറൊന്നും വരത്തുമില്ല. എന്നാന്നറിയത്തില്ല എനിക്ക് കേട്ടോ. പണിക്കാർക്കാന്നും പറയുന്നുണ്ട്. ഇന്ന് വാർക്കയായിരുന്നു, കഴിഞ്ഞെന്ന് തോന്നുന്നു. പാറ പൊട്ടിച്ച് കഴിഞ്ഞാൽ നഷ്ടമല്ല, അത്രയും പണിയുണ്ടായി. ഇതാകുമ്പോൾ നേരെ ഇങ്ങനെ അങ്ങ് പണിയുവാണ്. ഇത് അവിടുന്ന്
ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കയറാമല്ലോ. ഉണ്ടോ പാലം പോലെ ഇട്ടേക്കുന്നത്? ആരെയും വേണ്ടി ഒരു തിരിക്കുവോ ആ സാധനങ്ങൾ പൊറുക്കി ആ അത് തന്നെ. അടി എന്നാലും വേസ്റ്റായി പോത്തൊന്നുമില്ല കല്ലാന്നും പറഞ്ഞ്. വിറകൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ടല്ലോ അവിടെ കിടന്നോളും. വല്ലോ ഈ മോട്ടറോ മിഷീനോ ആ ആ ആ ഇവിടെ വളമൊക്കെ കൊണ്ടുവന്നാലും അവിടെ വെക്കാമല്ലോ. അടി അങ്ങ് വാർത്താൽ മതിയല്ലോ അല്ലേ? ആ നനയത്തില്ല എന്നാലും അടി വെച്ച് പോയി. മണി തന്നെയല്ല അല്ല സൈഡ് അത് നല്ല ആ സൈഡ് എന്തെങ്കിലും ചെയ്ത് വേണം എടുക്കാൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതാ നല്ലത്. ആ അടി ലെവൽ ചെയ്യാൻ പോയാൽ നടക്കുകയല്ല, ഭയങ്കര പാറയല്ലേ. അത് പൊട്ടിച്ച് വരുന്നതിനേക്കാൾ ആ ആ പൊട്ടിച്ച് ലെവലാക്കണമെങ്കിൽ സമയവും എടുക്കും. ഒരുപാട് പൈസ വേണം. ആ ഇപ്പൊ ഈ ഡ്രാഗൺ ഫ്രൂട്ട് അവർ നോക്കുന്നില്ലെന്ന് തോന്നുന്നു. അതെ അതെ ഇപ്പോൾ കായ്ക്കുന്നില്ലല്ലോ. നേരത്തെ കായ ഉണ്ടായിരുന്നു. ഒരു ഇനി സീസണാണോ? അത് നഷ്ടമാണ്. എന്നാന്ന് വെച്ചാൽ ഓരോ കാവ്യതല്ലേ ഉണ്ട്. ആ അതെ അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. പണിക്കൂലിയാവും. വളമൊന്നും ഇടുന്നില്ലായിരിക്കും. നിനക്ക് കോഴിവളമൊക്കെ ഒരുപാട് ഇടണം. ആ ഇവരാപാടെ ആ കള വെട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് വെട്ടി അങ്ങോട്ട് തീരുമ്പോഴേ വീണ്ടും നിറയും. ആ ഇവിടെ നിന്ന് വെട്ടി ആ മേളിൽ ചെല്ലുമ്പോഴത്തേന് അടുത്ത് ഇവിടെ വെച്ചല്ല പിന്നെ മിഷ്യൻ വെച്ച് വെട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ആ പണി തീരുള്ളൂ. ആ ചുവട് മാത്രം വെട്ടാൻ അതിട്ട് എറിയുന്നുണ്ടല്ലോ ആരാണ്ട്. ഇങ്ങനെ ഇഷ്ടമാണ്. ആ അടിക്കാതെ അടിക്കാതെ നല്ല കുഞ്ഞുങ്ങളാ. ഇതിന്റെ മണ്ടൊക്കെ അറിയോ? രാവിലെ എന്താ കഴിച്ചേ? രാവിലെ കഴിച്ചത് പിന്നെ എന്നാ അപ്പം അപ്പം കറി കറി ഉള്ളിക്കറി. പണിയോ? നിനക്ക് പണിയുണ്ടോ? എവിടെ? ബ്ലൂ ബ്ലൂ ബ്ലൂ. നല്ല കുഞ്ഞാ. രണ്ടെണ്ണം ഉണ്ട്. പിടിക്കുമ്പോഴേ ഓടും. ഹലോ വീഡിയോ എടുത്തു. ഹലോ ഹലോ ഇതിനെടുത്ത് അത് കിട്ടത്തില്ല. ഞാൻ എടുത്ത് നേരത്തെ കിട്ടിയായിരുന്നു എനിക്ക്. രണ്ടെണ്ണം ഉള്ളല്ലേ? പക്ഷെ പിടിച്ച കിട്ടത്തില്ല. കുഞ്ഞാവേ വാ കഴിച്ചു കുഞ്ഞാവേ. ഹലോ ഹലോ വീട്ടിൽ പൊടി വീട്ടിൽ പൊടി ഹലോ വീട്ടിൽ പൊടി. ആനക്കുട്ടി അമ്മയില്ലേ? കൊടുക്ക്. എന്നാ കൊടുക്കാൻ? പൊക്കെ 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 അതേ ഇരിക്കുന്നു. കാണത്തില്ല, കണ്ണ് കാണിക്കില്ല നിനക്ക്. വീട്ടിൽ പൊടി കഴിച്ചോ? കഴിച്ച്. എന്താണെന്നൊന്നും പറയത്തില്ല, സൗകര്യമില്ല പറയാൻ. അയ്യോ നിനക്കറിയാമെങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ഇന്ന് രാവിലെയും ബസ് നേരത്തെ വന്നു, വൈകിട്ടും നേരത്തെ വന്നു. ഏതമ്മ? വീട്ടിലുണ്ടോ? നാരായണിയുണ്ട്. ആണോ? നിനക്കിന്ന് കഴിക്കാൻ സമയം കിട്ടിയില്ല, നീ ഇപ്പോഴാണോ കഴിക്കുന്നത്? അമ്മ ഓയോ 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 ഓയോ. നീ ഇത്ര നേരത്തെ വരുമെന്ന് ഓർത്തില്ല, അവൾ അറിഞ്ഞില്ല. എടി ബസ് വന്നായിരുന്നു, അതിനാ 35 ആയതേ ഉള്ളൂ. പുള്ളിയൊന്നും പറഞ്ഞില്ല ഇതിന് ചോദിക്കാൻ. ഇല്ല വന്നപ്പോൾ ഇവര് ഇപ്പം ഉണ്ടായിരുന്നു, മിനി ചേച്ചിയൊക്കെ അവരുടെ കയറ്റി വിട്ട്. എന്നെ വിളിച്ചു ചോദിച്ചു അവരുടെ വിടട്ടേന്ന്.
അപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ നേരത്തെ ആണല്ലോ. എനിക്ക് അവിടെ വന്നപ്പോഴത്തേനും അപ്പം തന്നെ എത്തി. ഇപ്പോഴാണ് നമ്മൾ പൊട്ടി തുറന്നേ. താഴെ പൂക്കും. എനിക്ക് ചവിട്ടാതെ കൊണ്ട് ഞാൻ ഊരിത്തരാം. വീഴുവാണ് വീഴും. കാലിട്. നീ ഇത് എന്നാ നിന്റെ ബാഗ് ബാഗ് വേണോ? ബാഗ് വേണോ?